വനിതകളുടെ വിജയമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം സ്ത്രീകളുടെ കണ്ണുനീരിന്റെ വിലയാണ് പിണറായി സർക്കാരിനെ താഴെയിട്ട് കേരളത്തിൽ ഒന്നടങ്കം അലയടിച്ച് തരംഗം സൃഷ്ടിച്ചത് UDF-ന്റെ ടീമാണ്. കേരളം ജയിച്ചു. UDF അധികാരത്തിൽ വന്നോ? പിണറായിയുടെ ഭരണം അവസാനിച്ചു. പിണറായിയോട് കടക്കുപുറത്തെ ആദ്യമായി പറഞ്ഞത് മഹിളാ കോൺഗ്രസ് ആണ്. നമസ്കാരം. കേരളത്തിൽ UDF തരംഗം ആഞ്ഞെടുക്കുകയാണ്. UDF 100 സീറ്റുകളിലേക്ക് എത്താനിരിക്കുകയാണ്. ഇപ്പൊ ഈ നിമിഷം വേണമെങ്കിൽ 100 കടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. UDF പ്രവർത്തകരും വലിയ ആവേശത്തിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് DCC ഓഫീസിനകത്താണ്. കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസിന്റെ MLA ഇല്ലായിരുന്നു. എന്നാൽ ഇത്തവണ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ബഹുഭൂരിപക്ഷം പേരും വിജയിക്കുന്നു എന്ന് മാത്രമല്ല, മിക്കവരുടെയും ഭൂരിപക്ഷം 10,000 കടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന സൂചനകൾ. ഇവിടെ നമ്മുടെ മഹിളാ കോൺഗ്രസിന്റെ നിരവധി പ്രവർത്തകരുണ്ട്. വലിയ ആവേശത്തിലാണ്. ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവരുണ്ട്. വലിയ ആവേശത്തിലാണ്. തുടക്കം മുതൽ ആർപ്പും വിളികളുമായിട്ട് നിങ്ങൾ ഇങ്ങനെ ആർപ്പ് വിളിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ലീഡ് നിലയൊക്കെ മാറി പറയുന്ന സമയത്ത് അല്ലെ, എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ വനിതകളുടെ വിജയമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം സ്ത്രീകളുടെ കണ്ണുനീരിന്റെ വിലയാണ് പിണറായി സർക്കാരിനെ താഴെയിട്ടതെന്ന് പറയാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അത്രയും സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞിട്ട് അധികാരത്തിൽ വന്ന സർക്കാർ ഞങ്ങൾക്ക് കണ്ണുനീര് കുടിപ്പിച്ച അവസ്ഥയാണ് കേരളം കണ്ടുകൊണ്ടിരുന്നത്. അതിനുള്ള വിലയാണ് ഇന്ന് UDF സർക്കാർ ഭരണം ഏറ്റെടുക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കോഴിക്കോട് ജില്ലയിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു 13 എന്ന് ഞങ്ങൾ DCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഞങ്ങൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്. കാരണം അത്രയും ഒരു UDF ടീമായിരുന്നു. ഈ കേരളത്തിൽ ഒന്നടങ്കം അലയടിച്ച് തരംഗം സൃഷ്ടിച്ചത് UDF-ന്റെ ടീമാണ്. ഇത്രയും ഒരു തരംഗം സൃഷ്ടിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഇന്നേ വരെ കേരളം കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയല്ലോ. പേടിച്ച് വിറകൊണ്ടുകൊണ്ട് തന്നെയാണ് ആ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയത്. എന്തിനെ കൊള്ളുമവർ അവർക്കറിയാം. അവർ പരാജയപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ നിരോധനാജ്ഞ ഏർപ്പെടുത്തി. എന്നാലും ഞങ്ങളതിന് എതിർത്തുകൊണ്ട് ഇന്ന് ഞങ്ങൾ ആഹ്ലാദപ്രകടനം നടത്തിയിരിക്കുമെന്നാണ് മഹിളാ കോൺഗ്രസിന് പറയാനുള്ളത്. വലിയ ആവേശത്തിലാണ്. കോഴിക്കോട് ജില്ലയിലെ മഹിളാ കോൺഗ്രസ് വളരെ ആവേശത്തിലാണ്. ഞങ്ങളുടെ ടീമിന്റെ വർക്കാണിത്. ഞങ്ങൾ എല്ലായിടങ്ങളിലും മഹിളാ കോൺഗ്രസ് ഇറങ്ങിക്കൊണ്ട് തന്നെ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഇന്ന് കേരളം കണ്ടിരിക്കുന്നത് പറയാതിരിക്കാൻ ഞങ്ങൾ സാധ്യമല്ല. കാരണം ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് JP മേത്തറുടെയും വിജയമായിട്ട് ഇതിനെ ഞങ്ങൾ കാണുന്നു. വലിയ എന്തെങ്കിലും വനികൾ ഒന്നടങ്കം കേരളം ജയിച്ചു. UDF അധികാരത്തിൽ വന്നോ? പ്രത്യേകിച്ച് ഞങ്ങളെ കൊയിലാണ്ടിയിൽ പറയുന്ന നമ്മുടെ DCC പ്രസിഡന്റാണ്. വലിയ ഞങ്ങളുടെ സഹോദരൻ വിജയിച്ചതിന്റെ ഒരു എന്താ പറയാ മനസ്സിലുള്ള ഞങ്ങളുടെ ഈശ്വരന്റെ ഒരു ശക്തി അതാണ് ഞങ്ങൾ കണ്ടത്. ഇവിടെ പിണറായിയുടെ ഭരണം അവസാനിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാനം മൊത്തം ഇറങ്ങി എല്ലാവരെയും വിജയിപ്പിക്കുകയും ചെയ്തു. പിണറായിയോട് കടക്കുപുറത്തെ ആദ്യമായി പറഞ്ഞത് മഹിളാ കോൺഗ്രസ് ആണ്. KPCC-യുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒരു സമരം നടത്തിയിരുന്നു. കടക്കുപുറത്തെ എന്ന് പറഞ്ഞത് ഞങ്ങൾ വനിതകളാണ്. അത് തന്നെ ഞങ്ങൾ നടത്തി. അതേപോലെ തന്നെ മുന്നാറ് ഞങ്ങൾ ആഹ്ലാദ പ്രകടനം എന്ന് നടത്തി. ഈ ജയം വരുന്നതിന് മുന്നേ തന്നെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ നടത്തി കഴിഞ്ഞതാണ്. മുന്നാറ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചാനലുകളുണ്ട്. അതും ഞങ്ങൾ എന്താ പറയാ ഞങ്ങൾക്ക് ദീർഘവീക്ഷണത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ ആ പാട്ട് ജനത ഏറ്റെടുത്തിട്ടുണ്ട്. അതിൽ യാതൊരു മാറ്റവും ഇല്ല.